ചില്ലിക്കൊമ്പൻ നെല്ലിയാമ്പതി പോലെ തന്നെ വിഹരിച്ചുകൊണ്ടിരുന്ന ഏരിയയാണ് ആളിയാർ. ഒരു പർട്ടിക്കുലർ മാസങ്ങളിൽ ചില്ലിക്കൊമ്പൻ ആളിയാർ ഏരിയയിലായിരിക്കും ഉണ്ടാവുക. സോ ചില്ലിക്കൊമ്പൻ പോയ വഴിയിലൂടെ അല്ലെങ്കിൽ ചില്ലിക്കൊമ്പൻ ഇഷ്ടപ്പെട്ട ഇടങ്ങളിലൂടെ ഒരു യാത്ര പോയാലും. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മൾ ഇന്ന് ട്രക്ക് തമിഴ്നാടുവിന്റെ ആളിയാർ കനാൽ ട്രക്കിന് വേണ്ടി വന്നേക്കാണ്. ചെറിയൊരു സോഫ്റ്റ് ട്രക്കാണ്. സേത്തുമട ക്യാമ്പ് ഷെഡ് ആണ് സ്റ്റാർട്ടിംഗ് പോയിന്റ് വരിക. ഇവിടുന്ന് ഒരു 6 കിലോമീറ്റർ വണ്ടിയിലും അവിടുന്ന് 8 കിലോമീറ്റർ നമ്മൾ ട്രക്ക് ചെയ്യുന്ന പോലെയാണ് ശരിക്കും ആളിയാർ കനാൽ ട്രക്ക് വരുന്നത്. അങ്ങനെ ഞങ്ങൾ സേത്തുമട ക്യാമ്പ് സൈറ്റിൽ നിന്ന് ബേസ് ക്യാമ്പിലേക്ക് സ്റ്റാർട്ട് ചെയ്തു. ഓൾമോസ്റ്റ് 6 കിലോമീറ്റർ ഉണ്ട്. നിങ്ങൾ എല്ലാവരും വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ റൂട്ടിൽ ബസ്സുകളില്ല. ബസ് വളരെ കുറവാണ്. അതോടൊപ്പം തന്നെ വൈൽഡ് അനിമൽസിൻ്റെ പ്രസൻസ് ഉള്ള സ്ഥലവും കൂടിയാണ്. ഞങ്ങളങ്ങനെ ക്യാമ്പ് സൈറ്റിൽ നമ്മുടെ പേരൊക്കെ എഴുതി കൊടുത്ത് വണ്ടി നമ്പറും കൊടുത്തിട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഉറപ്പായിട്ടും നമ്മുടെ കൂടെ ആളുകൾ അല്ലെങ്കിൽ വണ്ടികൾ ഉള്ള പോലെ ആയിരിക്കണം സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ഒറ്റയ്ക്ക് പോകാൻ പാടില്ല. കാരണം ഞങ്ങൾ വളരെ മനോഹരമായിട്ടുള്ള റൂട്ടാണ്. ഞങ്ങൾ വരുന്ന വഴി ആക്ച്വലി ഓപ്പോസിറ്റ് വന്ന ഒരു കമ്മ്യൂണിറ്റിയിലെ ഒരാൾ നമ്മളുടെ അടുത്ത് പറഞ്ഞു റോട്ടിൽ ആനയുണ്ട്, കുറച്ച് അപകടകാരിയാണ്, നിങ്ങൾ ശ്രദ്ധിക്കണട്ടാ എന്ന് പറഞ്ഞു. അവിടെ റോട്ടിൽ ആനയുണ്ട് അത്രേ. ആനേനെ കാണാൻ പോകണം. ആന കണ്ടോ, ആനേനെ കണ്ടു. ഓ അത്യാവശ്യം കൊമ്പൊക്കെ ഉള്ളൊരു കൊമ്പനല്ലേ. അയ്യോ, ആക്ച്വലി നമ്മുടെ ബാക്കിൽ വന്ന വണ്ടീനെയും അവൻ ചാർജ് ചെയ്തു. റോഡിൻ്റെ അപ്പുറത്ത് പോയതാണ്, പക്ഷെ വണ്ടി വന്നപ്പോൾ തിരിച്ചു വന്ന് ആ വണ്ടീനെയും അവൻ ചാർജ് ചെയ്തിട്ടുണ്ട്. ആക്ച്വലി നമ്മൾ നടന്നു തുടങ്ങി ഓൾറെഡി. നമ്മൾ സേത്തുമട ചെക്ക് പോസ്റ്റിൽ നിന്ന് നമ്മൾ സർക്കാർ പതി ബേസ് പോയിന്റ് ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ് സർക്കാർ പൊതി ബേസ് പോയിന്റിൽ വന്നിട്ട് അവിടെ നമ്മൾ കനാലിന്റെ സൈഡിൽ കൂടെ നടക്കുകയാണ്. ഇവിടെ വരുമ്പോൾ നിങ്ങൾക്ക് ആക്ച്വലി ഇത് കണ്ടോ, ഇതൊരു പവർ ഹൗസ് ആണ്. ഈ പവർ ഹൗസ് കാണാൻ പറ്റും. അതേപോലെ വാട്ടർഫോൾസ് ഉണ്ട്, ആ വാട്ടർഫോൾസ് കാണാൻ പറ്റും. നിങ്ങൾ ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് വരികയാണെങ്കിൽ ഇവിടെ കുളിക്കാനുള്ള, വാട്ടർഫോൾസിൽ കുളിക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ ഇവിടെ ഡ്രസ്സ് ചേഞ്ച് ചെയ്യാനുള്ള സ്ഥലമൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ വന്നപ്പോൾ ട്രക്ക് ചെയ്യുമ്പോൾ ഇവിടെയുള്ള കമ്മ്യൂണിറ്റിയിലെ ആളുകൾ മീൻ പിടിക്കുകയാണ് കേട്ടോ. 2 പട്ടികളുണ്ട്, ഒരു കുഞ്ഞുണ്ട്. മീനെ പിടിക്കാൻ വല പിടിച്ചവര് മീൻ പിടിക്കുന്നു. അവരുടെ ജീവിതം കണ്ട, മീനൊക്കെ പിടിച്ച് നാച്ചുറൽ ആയിട്ട് എല്ലാം ചെയ്യുന്നു. മീൻ വന്നിട്ടുണ്ട്, അതാ മീനായിട്ട്. ഓ സ്വാമേട്ടാ, നിറച്ച മീന് കണ്ട. അവര് മീനെ പിടിച്ച് വേണ്ട. ഹായ് പറയടാ, ഹായ്. മീൻ വലയില് കുടുങ്ങിയതാണ്ട. ഓ അപ്പൊ ഇന്ന് ഫിഷ് ഫ്രൈ ആണല്ലേ, മീൻ ഫ്രൈ ആണല്ലേ. മീൻ എന്നെ பண்ணுவ, ഫ്രൈ பண்ணுவியா, കറി വെക്കുവോ, കുഴമ്പ് പണിക്കുവോ? ഓ അയ്യോ സ്വാമേട്ടാ, നിറയെ മീന്, നിറയെ മീന്. അയ്യോ ബൈ 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 ബൈ. ഇവന്റെ കണ്ണിൽ എന്താ പറ്റിയേ? പറഞ്ഞു മീനെ എന്താ മാതിരി പണ്ണുമാ, അപ്പൊ കിടക്കുമാ. മീൻ ഓടി പോവൂലേ? കാട്ടുങ്ക. അവള് പെരിയതാ എന്താ അവനോட കയ്യില്. அவங்க போட்டோ எடுக்கறாங்க. மீனை தூக்கி காமிங்க. വാവ്, പേരെന്നെ? കണ്ടോ, ഒരു വാളുണ്ട്. ആ വാളുകൊണ്ട് മീനെ ഇങ്ങനെ അടിക്കൂത്രേ. അടിക്കുമ്പോ
അങ്ങനെ മീനെ പിടിക്കേണ്ട ചാക്കം പിടിച്ചോണ്ട് ഇവിടുത്തെ കമ്മ്യൂണിറ്റിയുടെ ഏറ്റവും വലിയ അവിടെയും കണ്ടു ഇവിടെയും കണ്ടു കണ്ട കമ്മ്യൂണിറ്റിയുടെ വലിയ ഇതാണ്. എല്ലാവരും മീനെ പിടിച്ചിട്ടാണ് അവരുടെ ഭക്ഷണത്തിന്റെ ഒരു മേജർ പാർട്ട് എന്ന് പറയുന്നത്. സി ഇവിടെ നമ്മുടെ നാട്ടിലെ പോലെ മീനൊന്നും വരില്ല. ഇവര് ഡാമിന്റെ ഫിഷിംഗ് ആണ് പിടിച്ചത്. വലിയ ഡാം. காட்டுங்க அந்த வாழை காட்டுங்க. இது வச்சு போட்டோ எடுக்கறாங்க. கூட காமி ஒண்ணும் இல்ல. வா காட்டுங்க. இந்த மாதிரி இங்கே காட்டுங்க. இத வச்சு மீன் அடிப்பியா? இது வச்சு ஒரு மீன் அடிப்போம். சாக்குல போடுவோம். தமிழ் தெரியுமா? தெரியும். தமிழ்ல சொல்லுடா இது என்னன்னு அந்த அக்காக்கு. கம்பி. கம்பி. ஒரு கம்பி. இந்த கம்பி வந்து நீங்களா உருவாக்கி வச்சுக்கிறீங்களா? ஓகே. வச்சு மீன் எப்படி அடிப்பீங்க? இப்படி 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 குத்த மாட்டீங்க? இல்ல. அதுக்குள்ள போயிராதடா. அதுதான் அவங்க அந்த டைமிங். அந்த டைமிங் நமக்கெல்லாம் அது வராது. பட் அவங்க வந்து பேர் என்ன? கணேஷ் படிக்கிறியா? இது பத்தியா இங்க ஒரு ஆள் பண்ணுவாரு. எந்த கிளாஸ்ல படிக்கறாங்க? 8th நீயா? சொல்ல சரிங்க. 8th என்னோட சேர்ந்து ஆல் தி பெஸ்ட். ശരിക്കും കൊണ്ടൂർ കനാലിനെ ബേസ് ചെയ്ത് ഒരുപാട് എന്താ പറയാ ഒരു ലൈഫേ ഉണ്ട് കേട്ടോ. മീനെ പിടിക്കുക, ഭക്ഷണം കഴിക്കുക, ഇൻട്രസ്റ്റിംഗ്. നെല്ലിയാമ്പതി കഴിഞ്ഞാൽ പിന്നെ ഇതിക്കോടൊക്കെ തന്നെയാണ് ചില്ലിക്കൊമ്പൻ നടന്നുകൊണ്ടിരുന്നത്. ഇവിടുത്തെ ആളുകളോട് ചോദിക്കുമ്പോൾ ഇവിടുത്തെ ആളുകൾക്കും ഭയങ്കര ഇഷ്ടമുള്ള, അവരെ ഒന്നും ഉപദ്രവിക്കാത്ത ഒരാനയാണെന്നാണ് അവർ പറയുന്നത്. നമ്മളിപ്പോൾ ഓൾമോസ്റ്റ് ഒരു 1/2 hour മുകളിൽ നടന്നിട്ടുണ്ട്. ഉള്ളിൽ കനാലിൻ്റെ സൈഡിൽ കൂടെ തന്നെയാണ്. അവിടെ നിന്ന് ഒരു സ്റ്റീപ്പ് കയറിയിട്ട് നമ്മൾ വെള്ളമുള്ള കനാൽ ഭാഗത്തേക്ക് പോകുന്നതാണ് അവർ പറഞ്ഞത്. എന്തായാലും വരുമ്പോൾ എല്ലാവരും നല്ല രീതിയിൽ വെള്ളം എടുത്തിട്ട് വരണം. വെള്ളത്തിൻ്റെ സോഴ്സൊന്നും കാണില്ല. അത്യാവശ്യം സൺസ്ക്രീമും ഇതേപോലെ ഫുള്ളുള്ള ഇതൊക്കെ ഇട്ടിട്ട് വന്നോളൂ. തണുത്ത കാറ്റാണ്, പക്ഷെ നല്ല രീതിയിൽ ഹ്യൂമിഡിറ്റി ഉണ്ട് എന്നാണ് തോന്നുന്നത്. மேடம் சிலிக்கொம்பி யானை பார்த்தீங்கன்னா மேக்ஸிமம் இந்த வழியில் வந்து யூஸ் பண்ணி இதுக்குள்ளே போகிறதுங்க. ஆழியார் அங்கே அந்த டேம் நேரம் அங்கே போயிருங்க. அப்புறம் பார்த்தீங்கன்னா அது சிலிக்கொம்பை இப்போ நாங்கள் ரொம்ப மிஸ் பண்ணுறோம். உங்க ஏதாவது டிஸ்டர்ப் பண்ணுமா சிலிக்கொம்பன்? அந்த மாதிரி அதில் எதுவும் பண்ணாது. அது பாட்டுக்கு வரும் போகும். அப்புறம் உள்ள ஏதாச்சும் சாப்பிட்றதுக்கு மட்டும் உள்ளே போயிட்டு வரும். அது மட்டும் தான் பண்ண, வேறு எதுவுமே பண்ணாது. എവിടെ പോയാലും നമ്മളുടെ ഒരു ക്യാരി ബാഗ് എന്തായാലും ഉണ്ട്, ഇതേപോലെയുള്ള പ്ലാസ്റ്റിക് വേസ്റ്റ് എന്തെങ്കിലും പറക്കാൻ. കാടിൽ പ്ലാസ്റ്റിക് വേസ്റ്റ് കിടക്കുന്നതും ഇടുന്നതും ഭയങ്കര വിഷമമുള്ള കാര്യമാണ് ഞങ്ങൾക്ക്. അതുകൊണ്ട് തന്നെ അതിൻ്റെ കാര്യത്തിൽ എപ്പോഴും ഞങ്ങൾ ഭയങ്കര കൺസേൺ ആയിരിക്കും ആക്ച്വലി. കണ്ടോ, ഇത് കനാൽ ആളിയാർ ട്രക്കിൽ കണ്ടതാണ്. ആനപ്പാത്താണ് ശരിക്കും. എന്താ പറയുക, ഇതേപോലെ ചെരിഞ്ഞിങ്ങനെ കുത്തി ഇറങ്ങി ആന വരുന്ന വഴിയാണത്. അവിടെ നിന്ന് ഇറങ്ങി കണ്ടോ, ഫുൾ സറൗണ്ടഡ് ബൈ കാടാണ്. ഇവിടെ വന്നപ്പോൾ കണ്ടതാണ് കേട്ടോ. ഫുള്ള് ഏതോ പ്രൈവറ്റ് ലാൻഡാണ്. ആ പ്രൈവറ്റ് ലാൻഡിൽ ഫുൾ ആന കിടക്കാണ്ടിരിക്കും. ഹെവി ഫെൻസിങ് ഇട്ടുകയാണ്. ഫെൻസിങ് കാണാൻ പറ്റും വിചാരിക്കുന്നത്. കണ്ടോ, ഫുൾ ഫെൻസിങ് ഇട്ടുണ്ട്. അതേപോലെ തന്നെ ആന കിടക്കാണ്ടിരിക്കാൻ കനാലിട്ടുണ്ട്. പക്ഷെ അവിടെ ആന കിടന്നിട്ടുണ്ട്. ആന പോകുന്ന അപ്പൊ ആന എത്ര ക്ലെവറാണെന്ന് പറയും. ശരിക്കും ആനയുടെ കഥകളൊക്കെ കേൾക്കുകയാണെങ്കിൽ ആന ഭയങ്കര ക്ലെവറാണ്. അതിനിതാ കണ്ട, ഇത് വലിയ കനാല് ആന പോവാണ്ടിരിക്കാൻ ഉണ്ടാക്കിയിട്ടാണ്, ഫെൻസിങ് ഇട്ടാണ്. പക്ഷെ അവിടെ അത്രയും ആന കയറുന്ന പോലെ ഒരു വഴിയും ഉണ്ട്. ഈ ട്രക്കിൽ ഒരു വലിയൊരു എന്താ പറയാ, മനസ്സിനെ വേദനിപ്പിക്കുന്ന വേറൊരു വിഷയം എന്തെന്ന് പറഞ്ഞാല് ഫുൾ അധിനിവേശത്തിനിടയിൽ കൂടി നടക്കുന്നത്. അതാണ് സത്യം. എന്താനെ ആയിക്കോട്ടെ, നമ്മുടെ കമ്മ്യൂണിസ്റ്റ് പച്ച ആയിക്കോട്ടെ, യൂക്കാലിപ്സ് തോട്ടങ്ങളാണ്, സെന്നയുണ്ട്, അക്വേഷ്യയുണ്ട്, അങ്ങനെ എല്ലാ വിഭാഗവും ഉണ്ട്. ഇത് കണ്ടോ,
ഇത് എന്താണെന്നറിയാവോ? ആനയുടെ പിണ്ടിയാണ്. ആനയുടെ പിണ്ടിയിൽ വ്യത്യസ്തമായ ഒരു സംഭവമാണ്, നമ്മുടെ നാട്ടിൽ കാണാൻ കഴിയില്ല. പനമ്പഴമാണ്. പനമ്പഴം എന്ന് പറഞ്ഞാൽ നമ്മുടെ കരിമ്പനയുടെ പഴമാണ്. സോ കരിമ്പനയുടെ പഴത്തിന് വിത്ത് അങ്ങനെ പറയാൻ പറ്റും. ആ വിത്ത് ആനയുടെ കാഷ്ടത്തിൽ എങ്ങനെ വന്നിരിക്കുന്നു, അതൊരു വ്യത്യസ്തതല്ലേ, നമ്മുടെ നാട്ടിൽ കാണാത്തൊരു സംഭവം. അതിനൊരു പ്രത്യേക കാരണമുണ്ട് കേട്ടോ അവിടെ, അത് നമുക്ക് കാണാം. യെസ്, ഞാൻ അപ്പോഴേ പറഞ്ഞ കാര്യം ഒന്ന് കാണിച്ചു തരട്ടെ. എന്താണ് അതിൻ്റെ റീസൺ എന്നുള്ളത്, ആനപ്പിണ്ടത്തിൽ നമ്മുടെ പനമ്പഴം വരാനുള്ള റീസൺ ഒന്നും അങ്ങോട്ട് കാണിച്ചേടി. വെറും പനമരങ്ങൾ മാത്രമല്ലായിരിക്കും, ഇതാണ് നാച്ചുറൽ ഫെൻസിങ് എന്ന് പറയുന്നത്. എത്രയോ വർഷം മുമ്പ് ഈ പനമരത്തിന് ചുരുങ്ങിയത് ഒരു 20 വർഷം 25 വർഷം പഴക്കം കാണാം. അപ്പോൾ 25 വർഷം മുന്നേ തന്നെ ഇവിടുത്തെ കർഷകർ മാതൃകാപരമായിട്ട് നാച്ചുറൽ ഫെൻസിങ് ചെയ്തിരിക്കുന്നതാണ് ഇത്. ആനകൾക്ക് അവർ പ്രൈവറ്റ് ലാൻഡിലേക്ക് കടക്കാതിരിക്കാനായിട്ട് ശരിക്കും ഒരു ത്രികോണാകൃതിയിൽ മരങ്ങളെ വെച്ച് പിടിപ്പിച്ച് അത് വളർത്തിയെടുത്തിരിക്കുന്നു എന്നുള്ളതാണ് സത്യം. നമുക്ക് സത്യത്തിൽ വരും തലമുറയ്ക്ക് എന്ന് പറഞ്ഞിട്ട് കർഷകർക്ക് വേണ്ടി ചെയ്യാവുന്ന വലിയൊരു കാര്യമായിരിക്കും ഇത്. പനമരങ്ങൾ നമ്മുടെ നാട്ടിൽ കിട്ടാഞ്ഞിട്ടല്ല, അതിൻ്റെ ഗുണങ്ങൾ വേറെ ഉണ്ട് താനും. ആനകൾ വരും, പനമ്പഴം കഴിക്കും, തിരിച്ചു പോകും. ആനകൾക്ക് അങ്ങോട്ട് ക്രോസ് ചെയ്യാൻ പറ്റില്ല. അത്രത്തോളം അടുപ്പിച്ച് അവർ വളരെ കൃത്യമായിട്ട് അന്ന് തന്നെ സയൻറ്റിഫിക്കലി അവർ ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ് വളരെ വലിയൊരു ആശയമാണ്. നമുക്ക് ഇന്ന് നമ്മൾ ബുദ്ധിമുട്ടുന്ന ഏറ്റവും വലിയൊരു മേഖല എന്ന് പറഞ്ഞത് മാൻ ആനിമൽ കോൺഫ്ലിക്റ്റ് ആണ്. അത് ആനകളുമായിട്ടാണ് ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്നത്. ആ ഒരു റീസൺ നമുക്ക് ഇല്ലാതാക്കാൻ ഈ ഒരു കാര്യം തന്നെ വലിയൊരു ഉദാഹരണമല്ലേ. നമുക്ക് ചെയ്യാവുന്നതല്ലേ ഉള്ളൂ. ഇതൊക്കെ നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് വിചാരിച്ചാൽ ചെയ്യാവുന്ന വിഷയങ്ങളേ ഉള്ളൂ. നമ്മളെപ്പോലെ NGOസിനെയൊക്കെ കൂട്ടുപിടിച്ചുകൊണ്ട്, കർഷകരെയും കൂട്ടുപിടിച്ചുകൊണ്ട് തന്നെ നമുക്ക് ചെയ്യാവുന്ന വിഷയമാണ്. വേറെ ഒന്നും കൂടി കാണിക്കാനുണ്ട് എനിക്ക്. എന്തായാലും എനിക്ക് വളരെ ഹാപ്പിയായി. നമ്മൾ ഒരു കാടിനകത്ത് നിന്ന് ഇറങ്ങി വരുന്ന ഒരു തോട്, ഒരു ചെറിയ റിവർ, അതിനെ 2 സൈഡും ഗവൺമെന്റ് ചെയ്തിരിക്കുന്ന കാര്യം കണ്ടോ. ഇത് ശരിക്കും ബഫർ സോണാണ്. ബഫർ സോണിൽ കൃത്യമായിട്ട് പുളിമരങ്ങൾ, ഈൽഡ് നൽകുന്ന പുളിമരങ്ങൾ, അത് നല്ലൊരു റവന്യൂ അല്ലേ. ഇയർലി വൺസ് നല്ലൊരു റവന്യൂ കിട്ടും ഗവൺമെന്റിന്, ഒന്നും അറിയാതെ കിട്ടും. അതുമല്ല അനിമൽസിന്, ബേർഡ്സിന് എല്ലാത്തിനും വളരെ ഗുണമുള്ള കാര്യമാണ്. മണ്ണിന് താഴേക്ക് പോകാതെ കാത്തു സൂക്ഷിക്കും. ഈ പറഞ്ഞ റിവറിലെ സൈഡ് മണ്ണ് ഇടിയാതെ സംരക്ഷിക്കും. എന്തെല്ലാം കാര്യം ചെയ്യാൻ പറ്റും. സോ നമുക്കും ചെയ്യാം. യെസ്, അപ്പോൾ കണ്ടോ, എൻ്റെ ഈ സൈഡിൽ ഫുള്ള് ഒരു മാൻ അനിമൽ കോൺഫ്ലിക്ട്സ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് പനമരം നട്ടുവച്ചേക്കുന്നതാണ്. എൻ്റെ ഈ സൈഡിൽ ഫുള്ള് എന്താ പറയുക, ഒരു തോടാണ്. ആ തോടിൻ്റെ സൈഡിൽ ഫുള്ള് പുളിമരങ്ങൾ നട്ടുവച്ചേക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ ഒരു കൺസെപ്റ്റാണ്. മനുഷ്യനും കാടും തമ്മിൽ എന്താ പറയുക, ഒരു ഈക്വലി, അല്ലെങ്കിൽ ഒരു എല്ലാം അവരുടെയാണ്, അല്ലെങ്കിൽ അവരാണ് സംരക്ഷിക്കപ്പെടേണ്ടത്, അങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു കൺസെപ്റ്റിൽ പണ്ടത്തെ ആളുകൾ ചെയ്തുകൊണ്ടിരുന്നതാണ്. സോ ഇതൊക്കെ എവിടേക്കോ നമ്മുടെ ഇപ്പോഴത്തെ ജനറേഷനിൽ കൈവിട്ട് പോയിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. സോ അതൊക്കെ തിരിച്ചു വരട്ടെ. ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ചെയ്താൽ തന്നെ നമ്മുടെ നാട്, നമ്മുടെ മണ്ണ്, നമ്മുടെ പ്രകൃതി എല്ലാം എന്തുമാത്രം മാറുമെന്നറിയോ. സോ സ്മോൾ തിങ്സ് ക്യാൻ ചേഞ്ച്. ചെറിയ കാര്യങ്ങൾ മാറിയാൽ തന്നെ ഒരുപാട് വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കും. ലെറ്റ്സ് ഹോപ്പ് ഫോർ ദ ബെസ്റ്റ്. ഞാനിപ്പോൾ ചുറ്റും നല്ല ഭയങ്കര കാറ്റ് പോലെ അല്ലെങ്കിൽ വെള്ളം വീഴുന്ന ശബ്ദം കേട്ടേ. അപ്പം ഞാൻ സ്വാമിയോട് ചോദിച്ചപ്പോൾ സ്വാമിയേട്ടൻ പറയാണ്, ശരിക്കും ഈ പനമരത്തിൽ നിന്ന് വരുന്ന കാറ്റാണ്. പാലക്കാട് ചുരത്തിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഒരു മേജർ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന ഒരു സാധനമാണ് പനമരം എന്ന് പറയുന്നത്. കാറ്റിനെ തടഞ്ഞു നിർത്തി മഴ ഉണ്ടാക്കുന്ന, അല്ലെങ്കിൽ അങ്ങനെ ഒരു മേജർ ഇതും കൂടി നമ്മുടെ പനമരം ചെയ്യുന്നുണ്ട്. ഇതൊക്കെ നമ്മൾ ചില്ലിക്കൊമ്പൻ പോയ വഴിയിലൂടെ സഞ്ചരിക്കണു എന്ന് പറയുമ്പോൾ ചില്ലിക്കൊമ്പൻ എന്താണെന്ന് എനിക്ക് പറയണം തോന്നി. കാരണം ചില്ലിക്കൊമ്പൻ മാൻ അനിമൽ കോൺഫ്ലിക്റ്റ് ഉണ്ടാവുമ്പോൾ, ഏറ്റവും കൂടുതൽ കേരളത്തിൽ നടക്കുമ്പോൾ അതിനെ ഏറ്റവും വലിയ എക്സാമ്പിളായിട്ട് കാണിച്ചു തരാൻ പറ്റുന്ന
ഒരാളാണ് ചില്ലിക്കൊമ്പൻ എന്ന് പറയുന്നത്. നെല്ലിയാമ്പതിയിൽ ഞാൻ പുറത്തുനിന്ന് വന്ന ഒരാളാണ്. സോ നെല്ലിയാമ്പതി വരുമ്പോഴാണ് ചില്ലിക്കൊമ്പനെ കുറിച്ച് കിടക്കുന്നതും അവിടുത്തെ ആളുകളുമായിട്ട് അത്രയും കണക്റ്റഡ് ആയിട്ടുള്ളൊരു ആനിമലാണ് ചില്ലിക്കൊമ്പൻ എന്ന് പറയുന്നത്. സോ ഈ ആന ഉപദ്രവിക്കുന്നു, പുലി വരുന്നു, ലെപ്പേഡ് വരുന്നു, മനുഷ്യരെ തിന്നുന്നു, മനുഷ്യരെ ഉപദ്രവിക്കുന്നു, വണ്ടി ഉപദ്രവിക്കുന്നു എന്ന് പറയുമ്പോഴും ചില്ലിക്കൊമ്പനെ പോലെയുള്ള ബെസ്റ്റ് എക്സാമ്പിൾസ്, അതായത് നമ്മൾ മനുഷ്യന്മാർ എങ്ങനെ അനിമൽസിനോട് ബിഹേവ് ചെയ്യുന്നോ അതേപോലെ അവർ നമ്മുടെ അടുത്ത് നല്ല രീതിയിൽ തന്നെയാണ് പെരുമാറുക എന്നുള്ളതിൻ്റെ ബെസ്റ്റ് എക്സാമ്പിളാണ് ചില്ലിക്കൊമ്പൻ. ചുമ്മാ ഒന്ന് നെല്ലിയാമ്പതി വരെ പോയാൽ മതി, ചില്ലിക്കൊമ്പനെ കുറിച്ച് നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഇവർ രണ്ടുപേരോട് ആരാണ് ചില്ലിക്കൊമ്പൻ, എന്താണ് ചില്ലിക്കൊമ്പൻ എന്ന് വെറുതെ ചോദിച്ചാൽ മതി, നിങ്ങൾക്ക് മനസ്സിലാവും ഹൗ ദ ഹ്യൂമൻ അനിമൽ ബിഹേവിയർ കണക്റ്റഡ് ഈച്ച് അതർ എന്നുള്ളത്. ഞങ്ങൾ പോണ വഴിയിൽ മഴ പെയ്തു. എനിക്ക് റെയിൻകോട്ട് ഉണ്ട്, മാമേന്റെ റെയിൻകോട്ട് ഇല്ല. അത് കാരണം ഞങ്ങളിങ്ങനെ എല്ലാവരും എന്താ ഒരു മരത്തിന്റെ അടിയിൽ ഇങ്ങനെ വെയിറ്റ് ചെയ്യണം. പർട്ടിക്കുലർ ഏരിയ മാത്രം കണ്ട ചെളി ഇതേപോലെ സോഫ്റ്റ് ഉണ്ടോ എന്താ അറിയോ, ശരിക്കും ആന നടന്നു പോകുമ്പോ മേലെ ചൊറിയുന്നതാണ്. ആ ചൊറിയുമ്പോ ചെളിയും അതെല്ലാം വരുന്നതാണ്. കണ്ട ഞങ്ങൾ ചെറിയൊരു ഹൈക്ക് ചെയ്തിട്ട് ഞങ്ങൾ കോണ്ടൂർ കനാൽ എത്തിയിരിക്കുന്നു. കോണ്ടൂർ കനാലിന്റെ ഭീകരത നിങ്ങൾക്കൊന്ന് കാണണ്ടേ. ആനയല്ല, 2 ആന വീണാലും പിടിച്ചേക്കാൻ പറ്റൂല. എന്നെ ഒന്ന് കാണിച്ചു കൊടുക്ക്. ഇത്രയും താഴ്ചയുണ്ട്. ഇതിലെങ്ങനെ ആന നിൽക്കാനാണ്? അതുകൊണ്ടാണ് എൻ്റെ അറിവ് ശരിയാണെങ്കിൽ ഒരു വർഷം 1 or 2 ആനകൾ ഈ കനാലിൽ പെട്ട് മരിച്ചു പോകും. ഇത് പല ഭാഗങ്ങളിലും ആനകൾ ഇറങ്ങി വെള്ളം കുടിക്കാനായിട്ടുള്ള റാമ്പ് ചെയ്തിട്ടുണ്ട്. അത് സൗകര്യത്തിന് വേണ്ടി തന്നെയാണ്. പക്ഷെ യാദൃശ്ചികമായിട്ട് വെള്ളം അടിച്ചു വരികയോ അല്ലെങ്കിൽ അസുഖബാധിതമായ ആനകൾ ഈ വെള്ളത്തിൽ പെട്ടുപോവുകയോ ചെയ്യുമ്പോൾ അവർക്ക് സർവൈവ് ചെയ്യാൻ പറ്റണില്ല, അല്ലെങ്കിൽ അവർക്കത് തിരിച്ചു കയറാനായിട്ട് കഴിയാതെ വരുന്നു. അങ്ങനെ ആനകൾ മരിച്ചു പോകാറുണ്ട്. ഇവിടുന്ന് അടുത്ത ടണലിലേക്ക് കയറി കഴിയുമ്പോഴത്തേക്കും പിന്നെ 7 കിലോമീറ്ററാണ് ആ ടണൽ കിടക്കുന്നത്. ഒരു മല പൂർണ്ണമായും തുറന്ന് ആളിയാറിൻ്റെ ഭാഗത്താണ് അത് ഔട്ടാവുന്നത്. സോ ആ ടണലിനകത്ത് കയറി കഴിഞ്ഞാൽ ആനകൾക്ക് വലിയ ശരീരമായതുകൊണ്ട് തന്നെ ആ ശരീരം പലവടെ ഇടിച്ച് മരണപ്പെടുകയാണ് ഉണ്ടാവുക. അതിനകത്ത് ഓക്സിജനും കുറവായിരിക്കും. അതാണ് അവസ്ഥ. എന്നാലും നമ്മുടെ ചില്ലിയും ഇതേ ഒരു അവസ്ഥയിലാണ് മരണപ്പെട്ടത്. അത് വ്യസനത്തോടെ ഓർക്കുന്നു. കൊണ്ടൂർ കനാൽ കണ്ടപ്പോൾ ഒരു സങ്കടം. കാരണം ഞങ്ങൾ ചില്ലിയുടെ പോസ്റ്റ്മോർട്ടം കാണാൻ വേണ്ടി പോയത്, അല്ലെങ്കിൽ ചില്ലിക്കൊമ്പനെ അവസാനം കാണാൻ വെച്ചിട്ട് ഞാനും സ്വാമിയണ്ണും പോയിരുന്നു. അപ്പോൾ ഈ കനാലിലൂടെ ആണല്ലോ ചില്ലിക്ക് രക്ഷപ്പെടാൻ പറ്റാണ്ട് പോയേ എന്നുള്ളൊരു സങ്കടം ഉണ്ട് കേട്ടോ. എന്തോ ഞാൻ എൻ്റെ ഫേസ്ബുക്കിൽ ചില്ലിക്കൊമ്പൻ്റെ പോസ്റ്റ് ഇട്ടപ്പോൾ ഒരാൾ ഞാൻ എന്താ പറയുക ആന മരിച്ചു പോയി അല്ലെങ്കിൽ ചില്ലി പോയി എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, അങ്ങനെയല്ല പറയണേ, ചത്തുപോയി എന്നാണ് പറയണ്ടേ പറഞ്ഞു. നമുക്കതിന് അങ്ങനെ ഒരു അനിമലാണ് അല്ലെങ്കിൽ അങ്ങനെ ഒരു ഇതാണെന്ന് തോന്നണ്ടേ. ഇറ്റ്സ് എ പാർട്ട് ഓഫ് അവർ ഒരു ഫാമിലിയാണ്, അല്ലെങ്കിൽ എൻ്റെ കൂടെ തന്നെ അല്ലെങ്കിൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരാൾ എന്നുള്ളൊരു ഫീല് ചില്ലിക്കൊമ്പനെ ഉണ്ട് എനിക്ക്. ഞാൻ ആക്ച്വലി എന്താ 3 times ഞാൻ ചില്ലിക്കൊമ്പനെ കണ്ടിട്ടുള്ളൂ. അത് കണ്ടത് ഒരുപാട് മണിക്കൂറുകൾ ഇങ്ങനെ ചില്ലിക്കൊമ്പൻ്റെ കൂടെ സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. സോ ആ ഒരു ഫീല് അതെന്തോ. അതുമല്ല, ഈ ഫോറസ്റ്റ് കൺസർവേഷൻ അല്ലെങ്കിൽ ഈ നേച്ചർ പ്രകൃതിയായിട്ട് കണക്ട് ചെയ്ത കുറേ ആക്ടിവിറ്റീസ് ചെയ്യുന്നതുകൊണ്ട് ഇപ്പം എനിക്കറിയാം ആനിമൽസിൻ്റെ ഇമ്പോർട്ടൻറ്റും കാടിൻ്റെ ഇമ്പോർട്ടൻറ്റും എല്ലാം. അപ്പം അതുകൊണ്ട് തന്നെ ചില്ലി എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് ഒരു കാടിന്, അല്ലെങ്കിൽ ആനകൾ എത്ര ഇമ്പോർട്ടൻ്റ് ആണ് കാടിന്, ആനിമൽസ് എത്ര ഇമ്പോർട്ടൻ്റ് ആണ് കാടിനൊക്കെ എനിക്ക് നല്ലതായിട്ട് അറിയാം. അപ്പോൾ അതുകൊണ്ട് എന്തോ ഒരു വിഷമം. അന്ന് കനാല് ചെയ്ത സമയത്ത് വളരെ സയന്റിഫിക് ആയിട്ടൊരു കാര്യം ചെയ്തിട്ടുണ്ട് അവർ. നിങ്ങൾക്ക് നോക്കി അറിയാം, എൻ്റെ ബാക്ക് സൈഡിൽ കാണുന്ന ഇതുപോലെയുള്ള ഗ്രില്ലുകൾ, അതിനകത്ത് ശരിക്കും ഇപ്പോൾ ആന പറമ്പിക്കുളത്താണ് വീണെന്നിരിക്കട്ടെ, ആന വരുന്നതിന് മുമ്പ് ഇൻഫർമേഷൻ കിട്ടുവാണെങ്കിൽ അതിനകത്ത് ഒരു കമ്പിറാടുകൾ ഇറക്കിയിട്ട് ആനയെ അവർക്ക് സേവ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ആനയെ ഈ ടണലിനകത്ത് കടക്കാതെ സംരക്ഷിക്കാൻ പറ്റും.
പക്ഷെ അവിടെ ആയിരുന്നു ശരിക്കും ആ ടണലിന്റെ കുറച്ച് മുന്നായിപ്പോയി. അപ്പൊ ഇങ്ങനെ ഒരു ബ്ലോക്കേജ് ചെയ്യാനുള്ള ഒരു അവസരം അവന് കിട്ടാതെ ആയിപ്പോയി. അതാണ് സിറ്റിക്ക് പറ്റിയത്. പറഞ്ഞു നല്ല ആഴുണ്ട് കേട്ടോ. ആക്ച്വലി ഇപ്പോൾ വെള്ളം വന്നതേ 2 മനുഷ്യർ നിൽക്കുന്ന അത്ര ഹൈറ്റിൽ വെള്ളം ഉണ്ടാവും. അത് കഴിഞ്ഞും നല്ല ഹൈറ്റ് ഉണ്ട്. 4-5 ആള് 6 ആള് നിൽക്കുന്ന പൊക്കത്തിൽ ആണ് ഈ കനാല്. திருமூர்த்தியில தான் போய் பிடிக்கணும்னு சொன்னாரு. பிடிக்க வருமா பிஞ்சு போயிடாதா? அனலுக்குள்ள போனா சைடுல கொக்கியெல்லாம் இருக்குங்க, அவ்வளவுதான். അങ്ങനെ ആളിയാർ കനാലിൻ്റെ ട്രക്കിൻ്റെ ഫൈനൽ പീക്കിൽ എത്തിയിട്ടുണ്ട്. കുഞ്ഞു ട്രക്കാണേ, പക്ഷെ ഒരു കമാൻ പീസ്ഫുള്ളായിട്ട് രസമായിട്ട് ഫാമിലി ആയിട്ട് വരാൻ പറ്റുന്ന എന്താ പറയുക ഭയങ്കര സോഫ്റ്റായിട്ട് വലിയ എഫേർട്ടൊന്നും ഇല്ലാണ്ട് നടന്ന് എത്താൻ പറ്റുന്ന ഒരു ട്രക്ക്. അപ്പോൾ ആളിയാറ് കനാൽ ബാങ്ക് ട്രക്ക് അതിന്റെ ഒരു സമ്മിറ്റ് പോർഷനിൽ എത്തിയിരിക്കുകയാണ് നമ്മൾ. ഏകദേശം ഒരു 1000-1100 മീറ്ററൊക്കെ ചിലപ്പോൾ ഹൈക്ക് ചെയ്തു എന്നാണ് എൻ്റെ ഒരു കണക്കുകൂട്ടൽ. ശരിക്കും ഒരു സ്ട്രെച്ചിൻ്റെ ഹാഫ് പോർഷനാണിത്. അത്യാവശ്യം ഒരു 180 ഡിഗ്രിയിൽ നമുക്ക് നല്ല വ്യൂ കിട്ടാൻ പറ്റുന്ന ഒരു ഏരിയ, നല്ല ടെറൈനാണ്. പിന്നെ ഏറ്റവും സ്പെഷ്യലായിട്ട് പറയുന്നത് ആനകളുടെ പ്രസൻസ് എന്നുള്ളതാണ്. നമ്മൾ പോലെ ആനകൾ നിന്ന് വിഹരിക്കുന്ന ഒരു സ്ഥലമായിട്ടാണ് എനിക്ക് തോന്നിയത്. അതിലെനിക്ക് അവിടെ ഒന്ന് കാണിക്കാവോ? നമ്മൾ അപ്പോഴേ പറഞ്ഞ വിഷയം തന്നെയാണ്. പനമരങ്ങളുടെ ഒരു നിരക്ക് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇത് എനിക്ക് തോന്നുന്നു ഒരു പാർട്ടിയുടെ മാത്രം സ്ഥലം അന്നേരം അങ്ങയുടെ ഒരു കാഴ്ചപ്പാടിൽ ചെയ്തതായിരിക്കാം. വ്യക്തമായിട്ട് അതിന് ചുറ്റും അങ്ങേര് പനമരങ്ങളെ വെച്ച് അതിനകത്ത് അനിമലിനെ, അതായത് ആനയെ, വലിയ അനിമലിനെ കയറ്റി വിടാത്ത ഒരു സാഹചര്യത്തിലേക്ക് പുള്ളി നാച്ചുറൽ ഫെൻസിങ് ചെയ്തിരിക്കുന്നു തന്നെ പറയാം. അത് കാലേക്കുട്ടിയുള്ള പുള്ളിയുടെ കാഴ്ചപ്പാടാണ്. അത് വളരെ കൃത്യമായിരുന്നു എന്ന് തന്നെ പറയേണ്ടി വരും. ഓക്കെ, പിന്നെ ഈ സ്ഥലത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നിങ്ങൾ ആ ബാക്ക് സൈഡ് നമ്മളിപ്പോൾ നമ്മൾ കണ്ടു, താഴെ കോണ്ടൂർ കനാൽ ക്രോസ് ചെയ്താണ് നമ്മൾ ഹൈക്ക് ചെയ്ത് വന്നത്. കോണ്ടൂർ കനാൽ എന്ന് പറഞ്ഞാൽ നമ്മൾ പറമ്പിക്കുളം ആളിയാർ പ്രോജക്റ്റിന്റെ ഭാഗമായിട്ട് പറമ്പിക്കുളം തൂണക്കടവ് പെരുവാരിപ്പള്ളത്തുനിന്ന് ഈ സർക്കാർ പതിയിൽ വന്ന് ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്റ്റിലൂടെ കറണ്ട് ഉണ്ടാക്കിയതിന് ശേഷം ആളിയാറിലേക്ക് പോകുന്ന ഒരു ബിറ്റിലാണ് നമ്മൾ ക്രോസ് ചെയ്ത്. ചില്ലിക്കൊമ്പൻ വീണ് മരിച്ചതും അവിടെ തന്നെയായിരുന്നു. നിങ്ങൾ കാണുന്ന ആ മല, ഞാൻ കൈ കാണിക്കുന്ന ആ മല ശരിക്കും 7 കിലോമീറ്ററിൻ്റെ ടണൽ എന്ന് പറയുന്നത്. അതിലൂടെ തുറന്നാണ് 7 കിലോമീറ്റർ ടണൽ തുറന്നാണ് ഇത് ആളിയാറിലേക്ക് കൊണ്ടെത്തിക്കുന്നത്. അവിടെ നിന്ന് വീണ്ടും ആളിയാറിൽ ഇറക്കാതെ വീണ്ടും അവിടെ നിന്ന് അത് കോണ്ടൂർ കനാൽ നീട്ടി കൊണ്ടുപോയിട്ട് ഇതേപോലെ ഒരു മല തുറന്നിട്ടാണ് അത് തിരുമൂർത്തി ഡാമിൽ ഇറക്കുന്നത്. തിരുമൂർത്തി ഡാമിൽ ഇറക്കി കഴിഞ്ഞാൽ ആക്ച്വലി അത് അവിടെ നിന്ന് റിവറായിട്ട്, തിരുമൂർത്തി ഡാമിൽ റിവറായിട്ട് കേരളത്തിൽ നിന്നും ഏറ്റവും ഭാഗത്തുനിന്നും പടിഞ്ഞാറോട്ട് ഒഴുകി അറബിക്കടലിലേക്ക് പോകേണ്ട വെള്ളത്തിനെ ശരിക്കും അത് കൊണ്ടുപോയി കാങ്കയം കരൂര് ഭാഗത്ത് കാവേരിയിൽ കലർത്തി അത് ശരിക്കും ബംഗാൾ ഉൾക്കടലിലേക്കാണ് കൊണ്ടുപോയി ചെയ്തിരിക്കുന്നത്. അപ്പം അത്രയും സ്ഥലം ഭയങ്കര കാർഷിക മേഖലയാക്കാനായിട്ട് ഈ കോണ്ടൂർ കനാലിലൂടെ പോകുന്ന ഈ പറമ്പിക്കുളം ആളിയാർ പ്രോജക്റ്റിന് വെള്ളം ഉപകരിക്കുന്നുണ്ടെന്നാണ് പറയാം. വേറൊരു ഫാക്ട് കൂടി നിങ്ങളടുത്ത് പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇപ്പൊ നിങ്ങൾക്ക് അറിയാം, ഈ ലാൻഡ്സ്കേപ്പിന്റെ ഒരു പ്രത്യേകത നോക്കിയാൽ റാ പോലെ കിടക്കുന്ന ഒരു സ്ഥലമാണ്. അതിലെ ഒരു റാടെ ഒരു എന്താ പറയാ മിഡിൽ പോർഷനിലാണ് ഇപ്പൊ നമ്മൾ നിന്ന് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത്. ഇങ്ങോട്ടും നോക്കിയാൽ കാണാം, അതേപോലെ അങ്ങോട്ടും റാ പോലെ കിടക്കുകയാണ്. അപ്പൊ നമ്മൾ പറഞ്ഞു താഴെ വരുമ്പോൾ ഇഷ്ടം പോലെ ആനകളുടെ പ്രസൻസ് ഉണ്ടെന്ന് പറഞ്ഞു. ശരിക്കും എനിക്ക് തോന്നുന്നു നമ്മളെ ടോപ്പ് സ്ലിപ്പ് ഏരിയയിൽ പോലും ഇത്രത്തോളം ആനകളുടെ പ്രസൻസ് ഉണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. കാരണം വേറൊന്നും കൊണ്ടല്ല, നിങ്ങൾക്ക് ഇപ്പൊ ആ ലാസ്റ്റ് എൻഡ് കാണുന്ന പീക്ക്, ആ സ്ട്രെച്ച് എന്ന് പറയുന്നത് ശരിക്കും നമ്മുടെ പാലക്കാട് ചുരത്തിന്റെ ആദ്യത്തെ സ്ട്രെച്ചാണ്. ഇതിന്റെ കണ്ടിന്യൂഷൻ എന്ന് പറയുന്നത് നെല്ലിയാമ്പതി മുതൽ മംഗലം ഡാം വരെ പോയി നിൽക്കുന്ന കണ്ടിന്യൂഷനാണ്. അതുകൊണ്ട് തന്നെ നെല്ലിയാമ്പതി മലമേഖലകളിൽ നിന്ന് തേക്കടി, നെല്ലിയാമ്പതി, പെരിയജോല വഴി വരുന്ന ആനകള് ഈ സ്ട്രെച്ചിലേക്ക് കടക്കാനായിട്ട് ഒരിക്കലും ആനകൾ ഇങ്ങനെയല്ല പാസ് ചെയ്യുന്നത്. ഏറ്റവും ഷോർട്ടസ്റ്റ് ഹൈറ്റ് കുറവായ ഈ സ്ഥലത്തേക്ക് ഈ കാണുന്ന ലാൻഡ്സ്കേപ്പിലൂടെ, അതായത് കാർഷിക മേഖലയിൽ കൂടെ തന്നെയാണ് ആനകൾ ക്രോസ് ചെയ്ത് വരുന്നത്. അതുകൊണ്ടാണ് ഇവിടെ ഇത്രയും ഫെൻസിങ്ങും
പിന്നെ കർഷകർ അത്രയും അത് പ്രൊട്ടക്ഷൻ ഒക്കെ ചെയ്യുന്നത്. സോ ആനകളെ സംബന്ധിച്ച് ഇത് കറങ്ങി വരിക എന്ന് പറയുന്നത് വലിയൊരു ടാസ്ക് ആണ്. അതുകൊണ്ടാണ് ആനകൾ ആ സ്ട്രെച്ചിൽ നിന്ന് സ്ട്രൈറ്റ് ഇങ്ങോട്ട് ഇതിലൂടെ ക്രോസ് ചെയ്ത് വരുന്നത്. ഇത് തന്നെയാണ് കോയമ്പത്തൂർ ഭാഗത്തും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഷായോഗയ്ക്കുള്ള ഭാഗങ്ങളിലൊക്കെ സംഭവിക്കുന്നത് തന്നെയാണ്. ആനകൾ ഒരു റാ പോലെ കിടക്കുന്ന ഒരു എന്താ പറയുക ഘാട്ടിന്റെ പ്രത്യേകതകൾ കൊണ്ട് തന്നെ ആനകൾ ഒരു എൻഡിൽ നിന്ന് ഒരു എൻഡിലേക്ക് പാസ് ചെയ്യുന്നത് നാട്ടിനകത്തുകൂടിയായിരിക്കും. Under the boughs where the shadows play, the wind hums songs at the break of day, whispering pines, secrets untold, carrying tales only the forest holds. എന്താ അങ്ങനെ ഞങ്ങള് ഫൈനൽ പോയിന്റിലെത്തി. നല്ല കാറ്റുണ്ട്, ചുറ്റും എന്താ പറയാ മലനിരകളാണ്. അങ്ങ് പാലക്കാടിന്റെ അറ്റം തൊട്ട് ഇങ്ങ് ആളിയാർ വരെ ഫുള്ള് മലകളുടെ ചുറ്റുമാണ് ശരിക്കും നിൽക്കുന്നത്. നിറയെ ആനകളുടെ പ്രസൻസും ഉണ്ട്, നല്ല കാറ്റുണ്ട്. പക്ഷെ ശരിക്കും ഫാമിലി ആയിട്ട് വന്നു കഴിഞ്ഞാൽ ഒരു ഈസി ട്രയലാണ്. ഫാമിലി ആയിട്ട് കുട്ടികളായിട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ വന്ന് ജസ്റ്റ് ഒന്ന് കാടിനെ എക്സ്പീരിയൻസ് ചെയ്ത് നല്ല ഓക്സിജൻ ഒക്കെ എടുത്ത് ഒന്ന് നല്ല എന്താ പറയുക ഒരു എഫേർട്ടും ഇല്ലാണ്ട് എന്താ പറയുക ഭയങ്കര സ്മൂത്തായിട്ട് ട്രക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. നിങ്ങൾ ആരെങ്കിലുമൊക്കെ എപ്പോഴെങ്കിലുമൊക്കെ ട്രാവൽ ചെയ്യുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ എപ്പോഴെങ്കിലുമൊക്കെ ട്രക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് ഏത് എന്താ പറയുക ആൾക്കും വരാൻ പറ്റുന്ന പോലുള്ളൊരു ട്രക്കാണ്. അപ്പോൾ ബൈ ബൈ.